എന്നതാ കുഞ്ഞേച്ചി? വല്യമ്മച്ചി അടക്കിയില്ലേ? നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല, വല്യമ്മച്ചി അടക്കിയില്ലേ എന്ന് പറഞ്ഞ പോയില്ലേ? എന്നതാ കുഞ്ഞേച്ചി? പിന്നെ മേളിന്ന് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? അതല്ലടാ, എന്നാ വല്യമ്മച്ചിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നേ, അത് ഊരാൻ ഞാൻ മറന്നുപോയില്ലേ? ഞാനവർക്ക് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടോ? എടാ, ആ മോതിരം നിസാര മോതിരല്ല, പുഷ്യരാഗമാ. താര മോതിരത്തിൽ പുഷ്യരാഗം വെച്ചേ? എടാ, അത് വില പിടിച്ചതാന്ന്. ആണോ? ആ, അത് ഇട്ട് കഴിഞ്ഞാലേ ഭാഗ്യം കേറി വരും. എന്നിട്ടാ തള്ള തേങ്ങ വേണിയത്ത് പോട്ടെ, ഇത് സാരില്ല. എന്നാ വില വരും? 2-2.5 ലക്ഷം രൂപ വരുന്ന. കല്ലറ പൊളിച്ചാലോ? ആദ്യം ഈ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടാ. അല്ല ദിവസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അമ്മാമ്മ മരിച്ചു കിടന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഒരു വെള്ള ഉടുപ്പ് മേടിച്ചോണ്ട് വരണം അമ്മാമ്മക്ക് ഇടാൻ വേണ്ടി? അപ്പൊ നീ എന്തുവാ മേടിച്ചോണ്ട് വന്നേ? പട്ടുപാവാടയും ബ്ലൗസും. നിനക്ക് എന്നാടാ പ്രാന്തോ? പട്ടുപാവാടയ്ക്കും ബ്ലൗസിന് ഓഫർ ഉണ്ടായിരുന്നു. ലാഭായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനത് ചെയ്ത. പോട്ടെ, ഇത് പോട്ടെ. എന്നിട്ട് നീ എന്നോട് എന്താടാ പറയാഞ്ഞേ? അത് അവിടെ നിന്നും പോയി. പിന്നെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ പോയോ? ഓ, കട്ടപ്പനയിലുള്ളവരൊക്കെ കട്ടൻ ചായയും കുടിച്ചോണ്ട് അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മാമ്മയുടെ മരണത്തിനെ ഉച്ചക്ക് ഞാനാ ചോറ് കൊടുത്ത അവർക്ക്. നമ്മുടെ കൊച്ചുദേശ ചേച്ചിയുടെ വീടിന്റെ അവിടെ 7000 രൂപയായി. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാലേ വല്യമ്മച്ചി ഒലക്ക എടുത്തിട്ട് തല അടിച്ച് പൊട്ടിക്കുമായിരുന്നു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ രാത്രി വന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കോ ചോര കുടിക്കോ ആർക്കറിയാം. കേട്ടോ, അതാ കറക്റ്റ്. എന്നാലും ഉണ്ടല്ലോ, എന്നാ ഒരു മരണമായിരുന്നു അല്ലേ? എന്നാ ഒരു മരണമായിരുന്നു. മരിച്ചു കിടക്കുമെന്ന് പറയത്തേ ഇല്ല. മരിച്ചു കിടക്കണ എന്നാ ഒരു ചിരിയായിരുന്നു. എന്നാ ഒരു ചിരിയായിരുന്നു. കുഞ്ഞേച്ചി കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്നാ ചിരിയാന്ന്? അതാ ഞാൻ ചോദിച്ച, എന്നാ ചിരിയായിരുന്നു? ഞാൻ കണ്ടില്ല. നല്ല ചിരിയായിരുന്നു. ഉറങ്ങിക്കിടക്കുവെന്നേ പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ കുഞ്ഞേച്ചി, എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. എന്നാ ഒരാളായിരുന്നു. പള്ളിമിറ്റ് നിറച്ചു ആൾക്കാരായിരുന്നു. സൂചി കുത്താ സ്ഥലമില്ലായിരുന്നു. വല്യമ്മച്ചി വലിച്ചോ? ആരെങ്കിലും എന്നെങ്കിലും പറയുമ്പോ ആ കണ്ടന്റിന്റെ ഇതും പിടിച്ചോണ്ടിരിക്കുക. വേറെ പുതിയത് പറയാനുള്ളൂ. ഫിലിപ്പോസ് വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആശുപത്രി കാണിക്കേണ്ടി വരും. വെരിക്കോസ് വരുന്നുണ്ട്. വെരിക്കോസിന്റെ കാര്യമാണ് പറഞ്ഞത്. മെമ്പർ ഫിലിപ്പോസ് വരുന്നുണ്ട്, ആശ്വസിപ്പിക്കാനായിരിക്കും. ഇന്നലെയും കൂടെ വല്യമ്മച്ചിക്ക് കഞ്ഞി കൊടുത്ത് വല്യമ്മച്ചി എന്നെ നോക്കി ചിരിച്ചതായിരുന്നു. ഞാൻ അന്നേരം വല്യമ്മച്ചിയെ ചിരിച്ചു കാണിക്കാനും മറന്നു. ഇനി അതിന്റെ വിഷമത്തിലായി. ഇങ്ങോട്ടല്ല രവിയുടെ വീട്ടിട്ട് അവരെ ഇലക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി. ഇങ്ങോട്ടാ. ഇനി അതിന്റെ വിഷമത്തിലെങ്ങാനും ഈഗോ അടിച്ച് വല്യമ്മച്ചി പോയതാണോ എന്നറിയാമോ എനിക്ക്? ഇങ്ങോട്ടല്ല. എടാ പുല്ല, ഒന്നല്ലെങ്കിൽ വല്യമ്മച്ചി, ഒന്നല്ലെങ്കിൽ മെമ്പർ വന്നു എന്ന് പറ, ഇല്ലെങ്കിൽ വന്നില്ലെന്ന് പറ. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ നാട്ടുകാരെന്തോ വിചാരിക്കും? ടൈമിംഗ് ഇല്ലെന്ന് വിചാരിക്കും. മെമ്പറിനാ ടൈമിംഗ് ഇല്ലാത്തത്. എന്നാലും ഈ ഫിലിപ്പോസിന്റെ കിട്ടി. എന്നാ കൊതുകല്ലേ? കൊതു കൊച്ചുനാളിലെ കണ്ടതാ. കൊതുകിനെയോ? നിങ്ങളുടെ നാട് വിട്ടു പോയ മൂത്ത ആങ്ങളേനെ കൊച്ചേട്ടായിനെ. പക്ഷെ ഞാനുണ്ടല്ലോ വല്യമ്മച്ചിയുടെ മരിപ്പിനെങ്കിലും കൊച്ചേട്ടായി വരുമെന്ന് ഓർത്ത് വന്നില്ല. വല്യമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചേട്ടായി മരിക്കും. ഇനി വല്യമ്മച്ചി എന്ന് പറഞ്ഞ ആരെങ്കിലും കൊന്നോ? പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ ഞാൻ ഈ പറയണേ. നാക്ക് എന്തോ നാക്കാ ചെറുക്കന്റെ. കണ്ടോ കുഞ്ഞേച്ചി, ഒരു കൊതുകൊന്ന് കടിച്ചിട്ടെ സൂചി മാത്രം വെച്ചിട്ട് പറന്നു പോയേക്കണ്. സൂചി ഊരി ആ കസാരക്ക് അവിടെ പോയി. എന്നതിന്? എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ എടുക്കാം. ഇതിന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഏതെന്ന്? ഈ ചീങ്ങ തമാശ പറയണത്. എടാ, ഇതൊരു മരണ വീടാ. ഇവിടെ കൗണ്ടർ ഇല്ലെന്നും പറഞ്ഞ നാട്ടുകാർ എന്തോ വിചാരിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. എന്തിനീ ചത്ത സാധനം കൊണ്ട് അടിക്കണത്? മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിര